സാധാരണ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നേരെ ഒരു കസ്റ്റം ഷോപ്പിൽ കൊണ്ടുപോയി ഇത് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ യാതൊരുവിധ കസ്റ്റമൈസേഷനും വേണ്ടാതെ കമ്പനിയിൽ നിന്ന് തന്നെ കസ്റ്റം മെയ്ഡായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പുതിയ വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോട്ട് ഗൺ 650. ഈ ഒരു വണ്ടിയുടെ വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ കാണുന്നതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഷോട്ട് ഗൺ 650യുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇത് മിഡിൽ വേരിയൻ്റ് ആണ്. ഈ രണ്ട് വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻലി കളറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പേ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ബോബർ ലുക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഫ്രെയിമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ലഗേജ് കാരിയറായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ബാക്കിലത്തെ ഒരു സീറ്റും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഊരിയെടുക്കാം, തിരിച്ചു വെക്കുകയും ചെയ്യാം. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു കീ ഹോൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 2-3 നട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആയി കിട്ടും. ബാക്കിൽ ഈ ഒരു മഡ് ഗാർഡ് മാത്രമായിരിക്കും പിന്നെ കാണുക. ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് സീറ്റാണ്. ഈ ഒരു കമ്പിയൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഗ്യാപ്പ് തോന്നാത്തത്. ശരിക്കും ഒരു ബക്കറ്റ് സീറ്റായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സീറ്റ് പോലെ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയ ലുക്ക് ഈ വണ്ടിക്ക് തരുന്നതും ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. സോ ഇതിൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് 650 മോഡലുകൾ കാണുന്നത് പോലെ തന്നെയുള്ള 650cc എൻജിൻ തന്നെയാണ് ഈ വണ്ടിയിലും വന്നിരിക്കുന്നത്. ട്വിൻ സിലിണ്ടർ എയർ ആൻഡ് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ആ ഒരു എൻജിൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ പ്രത്യേകതകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ LED ഹെഡ്ലാമ്പാണ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 650 മീറ്റിയോറിലൊക്കെ കണ്ടതുപോലെ തന്നെ ഏകദേശം തോന്നിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് സംവിധാനം തന്നെയാണ്. LED ഹെഡ്ലാമ്പ് വരുന്ന മൂന്നാമത്തെ ഒരു മോഡലാണ് ഇത്. ഇനി ഫ്രണ്ടിൽ ഇവിടെ മഡ് ഗാർഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഷോവയുടെ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. 120 mm ആണ് ഈ ഒരു സസ്പെൻഷൻ്റെ ട്രാവൽ വരുന്നത്. ഇനി ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 സ്റ്റെപ്പിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ അല്ല, ഡ്യുവൽ സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 320 mm ബാക്കിൽ വരുമ്പോഴത്തേക്ക് 300 mm ഡിസ്കാണ് വരുന്നത്. രണ്ടിലും ട്വിൻ പിസ്റ്റൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS-ഉം ഉണ്ട്. സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും വേണ്ട. ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 18 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതിൽ 119 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് 17 ഇഞ്ചാണ് വരുന്നത്. അതിൽ വരുമ്പോഴത്തേക്ക് 150/70 ആണ്. എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ശരിക്കുള്ള സൈസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല വീതിയുള്ള മഡ് ഗാർഡാണ് വരുന്നത്. അതിനൊത്ത സൈസിലുള്ള ടയറാണ് ബാക്കിലേക്ക് വരുന്നത്. ഇനി സൈലൻസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സൈലൻസറാണ് രണ്ട് സൈഡിലും വരുന്നത്. പക്ഷേ മീറ്റിയോർ 650-ലൊക്കെ നമ്മൾ കണ്ടതുപോലെ ബോഡിയോട് ചേർന്നിരിക്കുന്ന സൈലൻസർ അല്ല, മറിച്ച് ഇൻ്റർസെപ്റ്ററിലൊക്കെ കണ്ടതുപോലെ തന്നെ രണ്ട് സൈഡിലേക്ക് വിടർന്ന് നിൽക്കുന്ന സൈലൻസറാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല വീതിയാണ് വണ്ടിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 3 രീതിയിൽ നമുക്ക് കസ്റ്റമൈഡായിട്ട് നമുക്ക് കിട്ടും. ഒന്നുകിൽ സിംഗിൾ സീറ്റായിട്ടുള്ള ബക്കറ്റ് സീറ്റ് നമുക്ക് ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇത് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലഗേജ് കാരിയറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സെക്കൻഡ്
റോ സീറ്റും കൂടെ ഇതിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലിപ്പ് ചെയ്ത് വെക്കാം, അല്ലാത്തപ്പോൾ ഊരിയെടുക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുഡ് പെക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീറ്റിയോറിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും ഫ്രണ്ടിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് പെക്സ് അല്ല, ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫുഡ് പെക്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 795 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. അത്യാവശ്യം ലോ സ്ലങ് ആയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത്രയും ആണെങ്കിൽ പോലും ഇതിന് 140 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ടിൽ കൂടെ ഒക്കെ പോകും. അത്യാവശ്യം ബമ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചരിയുന്ന സമയത്ത് ഇച്ചിരി സൂക്ഷിച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും നീളം വളരെയധികം കുറവുള്ള ആളുകൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതിൽ നമുക്കുള്ളത്. വീൽ ബേസ് എന്ന് പറയുമ്പോൾ 1465 mm ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വീൽ ബേസ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ടാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ടാങ്ക് തന്നെയാണ്. 13.8 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൊത്തത്തിലുള്ള സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ടാങ്കിന് വീതി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല നീളമാണ് ഈ ടാങ്കിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ രീതിയിൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ 650cc സീരീസിൽ കണ്ടിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 648cc ആണ് ഈ എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് വരുന്നത്. ഇതിൻ്റെ പവർ പറയുകയാണെങ്കിൽ 34.6 kW ആണ് പവർ വരുന്നത്. 52.3 Nm ടോർക്കും കൂടെയുള്ള അടിപൊളി ഒരു എഞ്ചിനാണിത്. സ്ട്രോങ് മിഡ് റേഞ്ച് ആണ് ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല നല്ല കൃത്യമായിട്ട് കിട്ടുന്ന ടോർക്കും ഈ എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടെയാണ്. എന്തായാലും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് പൊളിയാണ്, ഒരു രക്ഷയുമില്ല. നമ്മൾ മീറ്റിയോർ 650 കേട്ടതുപോലെയുള്ള പതിഞ്ഞ സൗണ്ട് അല്ല, പക്ക ഒരു 650cc എഞ്ചിനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ നല്ല ബാസുള്ള അടിപൊളി സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വെറ്റ് മൾട്ടിപ്ലൈ ക്ലച്ചാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബലമുണ്ട്. നമ്മൾ ഇതിൻ്റെ മീറ്റിയോറിലൊക്കെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബലമുള്ള ഒരു ക്ലച്ചാണ് ഇതിനകത്ത് വരുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷനും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. 22 കിലോമീറ്ററാണ് ഈ വണ്ടിക്ക് കമ്പനി പറയുന്ന മൈലേജ്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു അനലോഗ് ഡിജിറ്റൽ മിക്സഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇവിടെ ഒരു ടിപ്പർ നാവിഗേഷനും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ട്രിപ്പ് മീറ്റർ കൊടുക്കുന്നുണ്ട്, ഏത് ഗിയർ ആണ് എന്ന് കൊടുക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, മോഡ് കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റലായിട്ട് കാണിക്കും. ഇവിടെ കുറേ സിംബൽസ് ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ സ്പീഡോമീറ്റർ വരുന്നത് അനലോഗ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി അലൂമിനിയം ഫിനിഷാണ് ഇതിനകത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്ലച്ചിനും ബ്രേക്കിനും ഇതുപോലെ ഗിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോബ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഒരു അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രം ഒരു ബ്രഷ്ഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഒരുപാട് പൊങ്ങിയോ ഒരുപാട് താന്നോ അല്ല ഇരിക്കുന്നത്, ഒരു നോർമൽ ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനും ഫുഡ് പെക്സിൻ്റെ ലെവലും ഹാൻഡിൽ ബാറും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പേഴ്സണ് ഈസി ആയിട്ട് നോർമലായിട്ടിരുന്ന് പോകാൻ പറ്റുന്നത് പോലെയുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. വണ്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു അലോയ് വീലിൻ്റെ ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ഇതിൽ USB ചാർജിങ് പോലെയുള്ള ആക്സസറീസും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ലോങ് ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇവിടെ ഒരു ബഞ്ച് ഓഫ് ആക്സസറീസ് റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ വില എങ്ങനെയാണ് എന്ന് നോക്കാം. മൊത്തത്തിൽ 4 മോഡലാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിൽ ഏറ്റവും ലോ എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. അതിലെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും. വണ്ടിയുടെ മുഴുവൻ ഭാഗങ്ങളും
ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3.59 ലാക്ക് ആണ്. അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 4.57 ലാക്ക് വരും. ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രിൽ ഗ്രീൻ ആണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് ടാങ്കിലും ഈ സൈഡിലത്തെ കൗളിലും അതിൻ്റെ ഗ്രീൻ കളർ ആയിരിക്കും വരുന്നത്. എന്നാൽ ബാക്കിലത്തെ മഡ് ഗാർഡിലെ ബ്ലാക്ക് കളർ തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൂടെ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 3.70 ലാക്ക് ആണ്. അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 4.70 ലാക്ക് വരും. ഇതുപോലെ തന്നെ സെയിം വേരിയൻറ്റ് പ്ലാസ്മ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറും കൂടെയുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ റിയർ മഡ് ഗാർഡിൽ കൂടെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സെയിം 3.70 ലാക്ക് തന്നെയാണ്. ഓൺ റോഡ് വരുമ്പോഴും 4.70 ലാക്ക് തന്നെ വരും. ഇനി ഈ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റെൻസിൽ വൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന ഒരു ഡിസൈൻ തീം തന്നെയാണ്. ഫ്രണ്ടിലത്തെ ടാങ്കിലാണെങ്കിലും നടുക്കത്തെ കൗളിലാണെങ്കിലും ബാക്കിലത്തെ മഡ് ഗാർഡിലാണെങ്കിലും ബോഡി കളറും വരുന്നുണ്ട്. അതിൽ ട്വിൻ കളറിൻ്റെ കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 3.73 ലാക്ക് ആണ്. ഇത് ഓൺ റോഡിലേക്ക് വരുമ്പോഴത്തേക്ക് 4.73 ലാക്കിന് നമുക്ക് ലഭിക്കും. സോ ഒരു 4.25 ലക്ഷം രൂപ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കസ്റ്റം മെയ്ഡ് 650cc പാരലൽ എഞ്ചിനിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ കിട്ടിലുള്ള ഒരു അടിപൊളി ബൈക്കാണ് നമുക്ക് കിട്ടുന്നത്. ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ഈ ഒരു ലെവലിലുള്ള ബൈക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം പ്രൈസ് വരുമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കമ്പാരിറ്റീവ്ലി ലോ ആണ്, വാല്യൂ ഫോർ മണിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.